വേടൻ എന്ന് പറയുന്ന ഗായകൻ നല്ല രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള, കാഴ്ചപ്പാടുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു അധസ്ഥിത വിഭാഗത്തിൽ ഉയർന്നു വരുന്ന, വളർന്നു വരുന്ന, കേരളത്തിനാകെ നാടിനാകെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അത് നാടിൻ്റെ സ്വത്താണ്. ആ നാടിൻ്റെ സ്വത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ സമൂഹത്തിനൊരു ജാഗ്രതയുണ്ട്. ചെയ്യുമ്പോൾ ചെയ്യാമോ, ചെയ്യണ്ടേ, മറ്റു പോംവഴികളുടെ ബന്ധമുണ്ട്. പക്ഷേ അവിടെയും ഞാൻ ഉദ്യോഗസ്ഥന്മാർ, അവർ നിയമപാലകന്മാരാണ്. നിയമപാലകന്മാർ തീർച്ചയായിട്ടും നിയമത്തിനെടുത്ത്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, അധികാരം പ്രയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില സാമൂഹ്യമായ ചിന്തകളുണ്ട്. ആ ചിന്തകളുമായി പൊരുത്തി ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. വേടൻ്റെ വിഷയമാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ടൊരു ചർച്ച. അപ്പോൾ അതിൽ ഈ പുലിപ്പല്ലിൻ്റെ വിഷയത്തിൽ വനംവകുപ്പ് ചെയ്ത നടപടി നിയമപരമായി ശരിയാണോ അതോ ധാർമ്മികപരമായി തെറ്റാണോ, അങ്ങനെ പറയാം? അങ്ങനെയല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ വളരെ ദൗർഭാഗ്യകരമായ ചർച്ചകളാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ വീഴ്ചയുണ്ടായാൽ അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് തൃപ്തീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹ സൗഹാർദ്ദത്തിന് കോട്ടം തട്ടാനേ സഹായിക്കൂ, മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ദയവായി എല്ലാവരും തിരിച്ചറിയണം. അതാണ് എനിക്ക് ആദ്യമായിട്ട് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തേത്, ഈ വേടൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഗായകൻ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു. നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷെ അത് നിയമപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, നിയമവിരുദ്ധമായി നടന്നിട്ടുണ്ടോ? താങ്കൾ രണ്ടാമത് ചോദിച്ചത് ധാർമ്മികമായി അതിനകത്ത് വീഴ്ചയുണ്ടോ? അപ്പോൾ ധാർമ്മിക വീഴ്ചയ്ക്കൊരു അളവുകളൊന്നും ഇല്ലെങ്കിലും സമൂഹം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ? മറ്റൊന്ന്, താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പോൾ ഈ കണ്ടെടുത്ത പുലിനഖം വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത് അത് ശാസ്ത്രീയമായ പരിശോധന. ആ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം പോരെ എന്നീ ഉത്കണ്ഠകൾ, എൻ്റെ അഭിപ്രായം, ഉത്കണ്ഠകൾ സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ആ ഉത്കണ്ഠകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പുതുതായി ചാർജ് എടുത്ത ഹെഡ് ഓഫ് ഫോറസ്റ്റ് രാജേഷ് രവീന്ദ്രനോട് അത് സംബന്ധിച്ച് സമഗ്രമായൊരു പരിശോധന, അല്ലാതെ ഒരു കുറ്റം ചുമത്തിയ ചാർജല്ല. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് ഞാൻ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അവർ പൊതുസമൂഹത്തിൻ്റെ വികാരം കൂടി മനസ്സിലാക്കണം. എന്നാൽ ജനക്കൂട്ടത്തിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായെന്നല്ല, ആ വികാരത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കേണ്ട ഒരു ബാധ്യത വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതലായി. കാരണം വനംവകുപ്പ് ഈ ജനങ്ങളുമായി അധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പല്ല. പക്ഷേ അവരുടെ മുഖം മാനുഷിക മുഖമായിരിക്കണം എന്ന് ആദ്യം മുതലേ ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പരിശോധിച്ചിട്ട് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ തിരുത്തലുകളും മറ്റൊന്ന് സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ്റിന് യാതൊരു മുടക്കമില്ല. പക്ഷേ പിന്നെ മറ്റൊന്ന്, ആനക്കൊമ്പ് കത്തിക്കുന്നതിനെ കുറിച്ചാണ് ഇതിനൊരു ചർച്ച വന്നത്. ആനക്കൊമ്പ് കത്തിക്കാനുള്ള നിയമം കേരളത്തിലെ നിയമമല്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കേന്ദ്ര നിയമം മൂലമുണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ പുലിനഖായാലും ആനനഖായാലും ഇതിലെന്താ അതിനെ ഇത്ര കർശനമായ ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ പലപ്പോഴായി ശ്രമിച്ചു നോക്കി. ആ ശ്രമം ഇതുവരെ വിജയിച്ചില്ല. ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണം. സമൂഹത്തിൻ്റെ സാധ്യതകളും പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിൻ്റെ അവബോധമനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകാനുള്ള ശ്രമത്തിൽ നിരന്തരമായി ഏർപ്പെട്ടെങ്കിലും അതിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വനംവകുപ്പ് മന്ത്രിയുടെ ഒരു പരാജയം മാത്രമായി അതിനെ ചിത്രീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അല്ല, ഇതിനകത്ത് ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ കേസെടുക്കുന്നു, അതിന് മുന്നോട്ട് പോകുന്നു, കോടതിയിലെത്തുമ്പോൾ അത് ദുർബലമായ വകുപ്പുകളാകുന്നു. സ്വാഭാവികമായി വലിയ സംശയങ്ങൾ പൊതുസമൂഹത്തിനും ഉണ്ടാകുന്നുണ്ട്. കോടതിയിൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കുന്നു, പുലിനഖം വലിയ 7 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസെടുക്കുന്നു, വനമന്ത്രി അതിനെ എൻഡോസ് ചെയ്യുന്നു. അല്ല, അത് നിങ്ങളിതിപ്പോൾ ചോദിച്ച പോലെ അങ്ങനെയാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ചെയ്യുന്നല്ല. നിലവിലുള്ള കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ഈ ഒരൊറ്റ ശിക്ഷയേ ഉള്ളൂ. അതിൽ വേറെ നീക്കുപോക്കില്ല. അപ്പോൾ അതെല്ലാം ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല. ആ വിഷയം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വന്നല്ലാതെ ആ നിലപാടെല്ലാം ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ല. ഗവൺമെൻറ്റിന് ആ നിലപാടല്ല. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ജനകീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ, ഒരു പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ,
എന്നൊക്കെ പരിശോധിക്കാനുള്ള ബാധ്യത സാധാരണ നിലയിൽ ഉദ്യോഗസ്ഥന്മാർക്കില്ലെങ്കിലും സർക്കാരിന് ആ ബാധ്യതയുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ആ ബാധ്യത കൂടി പരിഗണിച്ച് സർക്കാർ മുന്നോട്ട് പോകുക എന്നതാണ്. ഈ പൊതുസമൂഹത്തിൽ ഈ സുരേഷ് ഗോപിയും മറ്റ് ആളുകളും ഒക്കെ ഇത്തരത്തിൽ മാലകൾ ഇട്ട് വരുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആളുകൾ പരാതിയും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കും അന്വേഷണം വേണ്ടേ? അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഈ സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ ഇദ്ദേഹത്തിനും ആ നീതി കിട്ടണം. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ശരി, അല്ല ഒറ്റ മിനിറ്റ്, ഈ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യത്തിൽ? അല്ല, അതാണല്ലോ പരിശോധിക്കുന്നത്. രണ്ട് വശമുണ്ടല്ലോ. ഒന്ന് നിയമ പ്രശ്നം, രണ്ട് താങ്കളിവിടെ ഉന്നയിച്ചതുപോലെ ഇതിനകത്തൊരു ധാർമ്മികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമുണ്ട്. തീർച്ചയായും വേടൻ എന്ന് പറയുന്ന ഗായകൻ നല്ല രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള, കാഴ്ചപ്പാടുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു അധസ്ഥിത വിഭാഗത്തിൽ വളർന്നു വരുന്ന കേരളത്തിനാകെ നാടിനാകെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അത് നാടിൻ്റെ സ്വത്താണ്. ആ നാടിൻ്റെ സ്വത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ സമൂഹത്തിനൊരു ജാഗ്രതയുണ്ടല്ലോ. ചെയ്യുമ്പോൾ ചെയ്യാമോ, ചെയ്യണ്ടേ, മറ്റു പോംവഴികളുടെ ബന്ധമുണ്ട്. പക്ഷേ അവിടെയും ഞാൻ ഉദ്യോഗസ്ഥന്മാർ, അവർ നിയമപാലകന്മാരാണ്. നിയമപാലകന്മാർ തീർച്ചയായിട്ടും നിയമത്തിനെടുത്ത്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, അധികാരം പ്രയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില സാമൂഹ്യമായ ചിന്തകളുണ്ട്. ആ ചിന്തകളുമായി പൊരുത്തി ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്.